ഈ നമ്മുടെ കറിയിലേക്കുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ റെഡിയാക്കാം കേട്ടോ. ഞാൻ മിക്കപ്പോഴും തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇപ്പം തേങ്ങ കൊത്തിയിട്ടാണ് എടുക്കുക. തേങ്ങ നല്ല ഉണങ്ങിയ തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ തേങ്ങ ഉടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഒരു ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ അത് പെട്ടെന്ന് പോരും. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല കേട്ടോ. കാരണം ഇത് നമ്മളിപ്പോൾ പെട്ടെന്ന് പൊതിച്ചിട്ട് എടുക്കണ തേങ്ങയല്ലല്ലോ, നമ്മൾ ഓൾറെഡി കടയിൽ നിന്ന് വാങ്ങണ തേങ്ങയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ പോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണ പോലെ എടുക്കും. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. നാട്ടിലിപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ ഭയങ്കര ചൂടായിട്ടില്ല, എന്നാലും ഭയങ്കര തണുപ്പൊക്കെ മാറിയിട്ട് ഇവിടെയും മഴ കേട്ടോ. ഇവിടെ നിന്ന് ആകെ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്, കാരണം അധികം ദിവസം നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഇതാ നല്ല നെല്ലിക്ക ഉണ്ട് എൻ്റെ അടുത്ത്. നാട്ടിലിപ്പോൾ നെല്ലിക്കയുടെ നല്ല സമയമുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് നെല്ലിക്കയും പിന്നെ മുട്ടയും കൂടി ചേർത്തിട്ട്, ഇത് നമ്മളവിടെ വീട്ടിലൊക്കെ കോഴിയിടുന്ന മുട്ടയിൽ നമ്മുടെ നാടൻ മുട്ടയും നെല്ലിക്കയും കൂടി വെച്ചിട്ട് നമ്മളൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ കൂടുതൽ സമയം കളയുള്ള നമ്മുടെ കറി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട വേണം. അപ്പോൾ ഞാൻ സാധാരണ മുട്ട കുക്കറിൽ ഇട്ടിട്ടാണ് പുഴുങ്ങാറുള്ളത്. കുക്കറിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് മുട്ട വയ്ക്കുക. എന്നിട്ട് മുട്ട കുക്കറിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുക്കറിൽ നിന്ന് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഒറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ സ്റ്റീം ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് കുക്കറെ തുറക്കുക. മുട്ട പൊട്ടിയൊന്നും പോകുന്നില്ല, ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം മുട്ട എവിടെ ഇരുന്നിട്ട് വേവട്ടെ. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതാ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഒരു 7 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന്. നാട്ടിൽ നിന്ന് സാധാരണ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. പിന്നെ എനിക്ക് നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നമ്മുടെ ക്യാരി ബാഗിലുണ്ടല്ലോ, ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാലും എനിക്ക് തോന്നുന്നു ഒരു 5-6 ഇതേപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ബാഗിലിട്ടുണ്ടെങ്കിൽ ലഗേജിൽ ഇടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇട്ടാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ സാധാരണ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ലഗേജിൽ ഇട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർ ചെക്ക് ചെയ്യാനോടത്ത് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന നെല്ലിക്കയാണ്. ബാക്കിയുള്ള നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്. കാരണം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ലഗേജിലിട്ടിട്ട് കൊണ്ടുവരരുത് കേട്ടോ. പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു വലിയൊരു സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര വലുതാട്ടോ, ഇത്രയ്ക്ക് വേണ്ട. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നെല്ലിക്ക നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ നെല്ലിക്ക ഞാൻ വാങ്ങിച്ചത് അങ്കമാലിയിൽ നിന്നിട്ട് വാങ്ങിച്ചത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരണമെന്ന് അങ്കമാലിയിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ പഴയ മാർക്കറ്റ് റോഡിൻ്റെ അവിടേക്ക് അവിടെ കിടക്കണോടത്ത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രൈവറോട് സൈഡിലൊന്ന് ഒതുക്കി തന്നു. അപ്പോൾ ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യനായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ പയ്യനെ കാര്യമായിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കണുണ്ട്. ഞാൻ വിചാരിച്ചു ഇവർ എന്താ പറയുക, ഇങ്ങനെ കച്ചവടം അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണവരല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ മിയ കിച്ചനൊന്നും കാണാൻ വേണ്ടിയിട്ട് വഴിയൊന്നുമില്ല. പിന്നെ എന്താണ് അവൻ നോക്കണേ എന്ന് വിചാരിച്ചു. ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യനാട്ടെ. ഞാൻ ഇതേണ്ട അവന് ചോദിക്കായിരുന്നു, ആ മിയ ചേച്ചിയല്ലേന്ന്. അങ്ങനെ അവൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ നെല്ലിക്ക വാങ്ങിച്ചത്. നാട്ടിൽ നെല്ലിക്കയ്ക്കൊക്കെ ഭയങ്കര വില കുറവാണല്ലോ. എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് 50 രൂപ എങ്ങാണ്ടുള്ളൂ നെല്ലിക്ക. ഇവിടെ കടയിൽ ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ പോണതിന് മുമ്പ് നെല്ലിക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്കയ്ക്ക് വില 1 LB എന്ന് വെച്ചാൽ 450 ഗ്രാമിന് 14 ഡോളറായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിലൊരു 1500 രൂപയുടെ അടുത്ത് വരും. ഒരു
1 കിലോൻ്റെ അടുത്ത് നെല്ലിക്കയ്ക്ക്. അത് എനിക്കാണ് 1 പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങോട്ട് വന്നുള്ളൂ. പിന്നെ അങ്ങനെ ആരും വാങ്ങണമെന്നും കണ്ടോന്നില്ല. പിന്നെ അത്യാവശ്യം അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ ചിലപ്പോൾ 1-2 വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നെല്ലിക്ക ഞാനിവിടെ നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മാങ്ങയ്ക്ക് അച്ചാറിടണ പോലെ അച്ചാറിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ആ കുരു കൊണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാനും പറ്റും. അച്ചാറിടുമ്പോൾ പെട്ടെന്ന് നമുക്കത് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഫസ്റ്റ് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ മാങ്ങ അച്ചാറിടുന്ന പോലെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നെല്ലിക്കയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 7 നെല്ലിക്കയിൽ എടുത്തുള്ളൂ. പക്ഷേ അത് കട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് നെല്ലിക്ക മതിയിട്ട് ഈ ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇത് സബോള ഉണ്ടല്ലോ, പകുതി നമുക്ക് രണ്ടും സെപ്പറേറ്റ് പകുതി നമുക്ക് സെപ്പറേറ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. ഒരു പകുതി ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. ഇഞ്ചിയും അതേപോലെ തന്നെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്യുക. പകുതി ഇഞ്ചിയും പകുതി സബോളയും നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ സബോള കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബോള എടുക്കുക. ഇങ്ങനെ കുരുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ചുവന്നുള്ളി കിട്ടാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ സബോള എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നുകൂടെയെന്ന്. നാട്ടിൽ നിന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരാറ്. പച്ചമുളക് നമ്മൾ ഇതിൻ്റെ കൂടെയാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് 2ആയിട്ടൊന്ന് സ്ലിറ്റ് ചെയ്തിട്ടിടാം. കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് നന്നായിട്ട് മുരിയിക്കണം. ഇത് നമ്മൾ ഈ സബോള ഇഞ്ചിക്ക് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയിട്ടാണ് കറിയിൽ ചേർക്കുന്നത്. റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഇതിലേക്ക് നമ്മൾ 2 പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സബോള, അത് നമ്മൾ ഇഞ്ചിയും പിന്നെ സബോളയും കൂടിയിട്ട് നമ്മൾ നല്ല നീളത്തിൽ കട്ട് ചെയ്തില്ല, അതായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് 3 ഉണ്ടല്ലോ, ഇത് നമുക്ക് കറിയിൽ നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ മുരിയിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. പിന്നെ വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് വിനീഗറാണ് ചേർക്കുന്നത്. ഇതേപോലെ അങ്ങനെ ടേബിൾ സ്പൂണിൽ 1, 2. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമാം. നമ്മൾ അങ്കമാലി മാങ്ങക്കറി നമ്മൾ നാട്ടിൽ ചെന്ന് ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ്. നമ്മുടെ സവോളയ്ക്ക് ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണ നമ്മുടെ ഇതുണ്ടല്ലോ നെല്ലിക്ക ചേർക്കാം. ഞാൻ അടുത്തത് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-ാം പാൽ കുറച്ച് കൂടുതൽ എടുക്കുക, 1-ാം പാൽ കുറച്ച് മതി. ഇത് മൺകലത്തിലാണ് തിരുമാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൺകലത്തിൽ തിരുമിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ശരിക്കും കറി വയ്ക്കാൻ പോണ പാത്രത്തിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സബോളയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അത് സെപ്പറേറ്റ് വേറൊരു കുഞ്ഞൊരു പാനിൽ മൊരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും തിരുമണത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ പോണിയില എന്തെങ്കിലും വെച്ചിട്ട് തിരുമ്മി വെച്ചിട്ട് സാധാരണ കറി വയ്ക്കുന്ന കറിയിൽ ഇതേപോലെ നമ്മൾ ഉള്ളിയും സാധനങ്ങളൊക്കെ സാധാരണ കറി മൂപ്പിക്കുന്ന പോലെയാണ് നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ആ തിരുമ്മി വെച്ചേക്കണം നമ്മുടെ മിക്സിങ് അതിലേക്ക് ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കറി വയ്ക്കുന്ന മൺചട്ടിയിലാണല്ലോ ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇതേപോലെ ഇങ്ങനെ പാൻ എടുത്തിട്ട് നമ്മൾ മൊരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ചേർക്കട്ടെ. ഈ കറി നമ്മൾ അടപ്പത്തേക്ക് വെക്കണം.
അപ്പോൾ ഈ കറി നമ്മൾ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് ഒരു 12-13 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ നേരം ഒന്നും എടുക്കില്ല കറി റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയുടെ ഗ്രേവി ആയിരുന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് പോലെ വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കല്ല, നമ്മൾ ഒഴിച്ചപ്പോൾ നല്ല വെള്ളം പോലെയാണല്ലോ ഇരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ ഒഴിക്കുന്നത്. കാരണം ഇത് മൺചട്ടിയാണല്ലോ. ഇപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാലും മൺചട്ടിയുടെ ചൂട് കൊണ്ട് ഈ 1-ാം പാലും നമുക്കൊന്ന് തിളച്ച് കിട്ടും. സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയാണ് കറി വയ്ക്കണമെന്നുണ്ടെങ്കിൽ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു തള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ടോ ഒന്ന് തിളയ്ക്കണം. അല്ലെങ്കിൽ 1-ാം പാൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളയ്ക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കറിയും പെട്ടെന്ന് കേടുവരും. ഇതിപ്പോൾ സൈഡിൽ നിന്ന് തള വരുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടി തിളയ്ക്കും. മൺചട്ടിയിലാകുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ 1-ാം പാൽ മൺചട്ടിയിലാകുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. നമ്മൾ 1-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. ഇപ്പോൾ കറി ഇരുന്നിട്ട് തിളയ്ക്കുന്നുണ്ട് അവിടെ. ഇനി അപ്പോൾ നമ്മൾ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻകാരാണ്, മുട്ട വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ചേർക്കാണ്ടും റെഡിയാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു മുട്ടേനെ നമ്മൾ 4ആക്കിയിട്ടാണ് ഇടുന്നത്. ഇതിനകത്ത് അങ്ങനെ ഇടുന്നത് നല്ലത്. ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കട്ടെ. പിന്നെ ഒരു 2 നുള്ളു ഉലുവ. നിങ്ങൾക്ക് കുഞ്ഞുള്ളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കട്ടെ. പിന്നെ കറിവേപ്പിലയും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ ഓൾറെഡി നമ്മൾ ഉള്ളിയൊക്കെ മൊരിച്ചിട്ട് ചേർത്തതാണല്ലോ കറിയിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്കക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് കറിയാണ്. ടേസ്റ്റ് ഞാൻ പറയണില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഇഷ്ടമാവും. സാധാരണ ചോളും നമ്മൾ നെല്ലിക്കൊക്കെ മിക്കവാറും ഇങ്ങനെ കറി വയ്ക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ കുറച്ച് വിനീഗറും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ആ വിനീഗറിൻ്റെ നെല്ലിക്ക ഭയങ്കര സോഫ്റ്റ് ആണല്ലോ, വെന്ത് വരുമ്പോൾ നല്ല ഇതായിട്ട് വരില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ വിനീഗറിൻ്റെ ടേസ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നെല്ലിക്ക തന്നെ ഇട്ടിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ കടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇതേപോലെ വിനീഗറും കൂടിയിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കാട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് തിരുമ്മിയിട്ട് പിന്നെ ബാക്കിയുള്ള ഉള്ളി എല്ലാവരും മുരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും ആ കറിക്ക് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് കറി വയ്ക്കുന്ന പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. മുട്ട വേണ്ടാത്തവർക്ക് മുട്ട ചേർക്കാണ്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. നമ്മുടെ ചോറിനൊക്കെ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് ഇന്ന് വെച്ചിട്ട് നാളേക്ക് കഴിക്കണം. ഇതേപോലെ ഇങ്ങനെ മൺചട്ടിയിൽ വെക്കണം. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും. ഇവിടെ ചോറില്ല, ചോറ് തീർന്നിരിക്കുക. ചോറ് വെച്ചിട്ട് വേണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നും ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ. ഒരു വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞല്ലോ. മഴയുണ്ട്, ചെറുതായിട്ട് തണുപ്പുണ്ട് കേട്ടോ. നേരത്തെ നല്ല ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ഞാൻ ഉച്ചയായി കഴിഞ്ഞപ്പോൾ പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കടയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ പോണ വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. കാരണം നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മരങ്ങളിലേക്ക് പുതിയതായിട്ട് ഇലകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല രസമാണ്.
പുറത്തൊക്കെ പോയി വന്നിട്ട് 2 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അതാണ് ആസ്പിനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാ എന്താ ചെറുക്ക നാട്ടിലുണ്ടല്ലോ ആസ്പിനെ ഒരു ആനക്കുട്ടീനുണ്ടല്ലോ പിടിച്ചുകൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. കൊച്ചിനെ അങ്ങനെ കൊണ്ടുവന്ന് ആക്കണമെന്നാണ് ആലോചിക്കുന്നത് ഇവിടെ. അതേ വല്ലവരും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. എന്താ നീ പോണ്ട? അവന്റെ വിചാരം ഇത് അവന്റെ വീടാണ്, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോളൂ നമ്പര് അല്ലേടാ. ഇവനെ ആരിക്കൊമ്പന്റെ കൂടെ ചേർത്തണം. ഇവർ രണ്ടുപേരും എനിക്ക് കൊണ്ട് നല്ല കൂട്ടായിരിക്കും തോന്നും അല്ലേടാ. ആരിക്കൊമ്പൻ നിന്നെ ആനയുടെ പുറത്തേക്ക് കയറ്റി കൊണ്ടുപോകും. കുറേ സ്ഥലങ്ങൾ കാണാം. കൊച്ചിന് സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമുണ്ടോ? വീട്ടിലിരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. എത്ര മഴ എത്ര മഞ്ഞുണ്ടെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണവന്. അതിനകത്ത് അങ്ങനെ ഇരിക്കുന്ന കാര്യം വലിയ ഇഷ്ടമുള്ള കാര്യം. വെച്ച് നോക്കുമ്പോൾ ലൈഫ് ഒന്നേ ഉള്ളൂ. ഈ അകത്ത് കയറിയിരിക്കുന്നതിന് കൊച്ചിന് പുറത്തേക്ക് പോകണം, ക്ലീനെ കാണണം, അണ്ണാനെ കാണണം, കാഴ്ചകൾ കാണണം. മുഖം മിനിക്കുന്ന നീ കാണണം. പുറത്തൊക്കെ പോയി വന്നെങ്കിൽ അവിടെ പൂച്ചകൾ ഭയങ്കര വൃത്തിയുള്ളവർക്ക് ഏത് നേരം ഈ മെനിക്കലും പരിപാടികളാണ്. ക്ലീനായി ക്ലീനായി. I got a last lemur. I took me that